Hi friends, today we are going to discuss the appreciation and poetic devices of Friends, Romans and Countrymen by William Shakespeare. വില്യം ഷേക്സ്പിയറിന്റെ ഡ്രാമാറ്റിക് സ്പീച്ച് ആയിട്ടുള്ള ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ എന്ന് പറയുന്ന നമ്മുടെ മനോഹരമായിട്ടുള്ള ഒരു പോം അല്ലേ, ഇതിൻ്റെ അപ്രിസിയേഷൻ ആണ് കേട്ടോ. നമുക്ക് നോക്കാം. അപ്രിസിയേഷൻ ആൻഡ് പോയറ്റിക് ഡിവൈസസ് അല്ലേ. ഈ അപ്രിസിയേഷനും പോയറ്റിക് ഡിവൈസസും ഒന്നിച്ച് ഇങ്ങനെ കൊടുത്തിരിക്കട്ടെ. കാരണം അപ്രിസിയേഷനിൽ നമ്മൾ പോയറ്റിക് ഡിവൈസസ് ആഡ് ചെയ്യുമല്ലോ അല്ലേ. അപ്പോൾ അതും കൂടെ ഒന്നിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഒന്നിച്ച് കൊടുക്കാൻ കാരണം ആക്ടിവിറ്റിയിൽ നമുക്ക് ഈ അപ്രിസിയേഷൻ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി വരുന്നുണ്ട്. ഒരു ടേബിളിൽ പോയത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം ഒരു അപ്രിസിയേഷൻ എഴുതാൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ പോയറ്റിക് ഡിവൈസസും തന്നെ ആക്ടിവിറ്റിയിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ആക്ടിവിറ്റി എടുക്കുന്ന സമയത്ത് അവിടെ കറക്റ്റായിട്ടൊരു അപ്രിസിയേഷനും ഒരു പോയറ്റിക് ഡിവൈസസ് അവിടെയും നമ്മൾ റിപ്പീറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇത് രണ്ടും ഇങ്ങനെ മിക്സ് ചെയ്ത് തന്നിട്ടുള്ളത് കേട്ടോ. നോക്കാം. The poem Friends, Romans, Countrymen is a famous speech from Shakespeare's play Julius Caesar. ജൂലിയസ് സീസർ എന്ന് പറയുന്ന ഷേക്സ്പിയറിൻ്റെ പ്ലേയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്പീച്ചാണ് ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ എന്ന് പറയുന്നത്. മക്കളെ ഈ ലൈനൊക്കെ ഇതേപോലെ അങ്ങ് പഠിച്ചു വെക്കാം കേട്ടോ. നമുക്ക് അപ്രിസിയേഷൻ ചെയ്താൽ അതുപോലെ യൂസ് ചെയ്യാം. ദെൻ ഇറ്റ് ഈസ് സ്പോക്കൺ ബൈ മാർക്ക് ആൻ്റണി. ഇത് ആരുടെ പ്രസംഗമാണ്? ഇത് ആരാണ് പറയുന്നത്? ഇറ്റ് ഈസ് സ്പോക്കൺ ബൈ മാർക്ക് ആൻ്റണി അറ്റ് സീസേഴ്സ് ഫ്യൂണറൽ അല്ലേ. സീസറുടെ ശവ സംസ്കാര ചടങ്ങിലാണ് ആൻ്റണി ഇത് പ്രസംഗിക്കുന്നത്. അറ്റ് ഫാസ്റ്റ് ആദ്യമൊക്കെ ആൻ്റണി അപ്പിയേഴ്സ് കാം ആൻഡ് റെസ്പെക്റ്റ്ഫുൾ. ആൻ്റണി ആദ്യമൊക്കെ വളരെ കാമായിട്ടാണ് ഇത് തുടങ്ങുന്നത്, വളരെ റെസ്പെക്റ്റ്ഫുൾ ആയിട്ടും കാമായിട്ടും. ബട്ട് സ്ലോവിലി ഹി മേക്സ് എ ക്രൗഡ് റിയലൈസ് ദ സീസേഴ്സ് ഡെത്ത് വാസ് റോങ്. പക്ഷെ പതിയെ പതിയെ മുമ്പിലിരിക്കുന്ന ആളുകളിലോട്ട് അദ്ദേഹം മനസ്സിലാക്കി കൊടുക്കുകയാണ് സീസറിന്റെ ഡെത്ത് എന്താണ്, അത് റോങ് ആണ്, അത് കറക്റ്റ് അല്ലായിരുന്നു. ആദ്യം കറക്റ്റ് ആയിരുന്നു എന്ന് ബ്രൂട്ടസ് ഒക്കെ പറഞ്ഞു വെച്ച സീസറിന്റെ ഡെത്ത് അത് കറക്റ്റ് അല്ല, അത് തെറ്റായിരുന്നു. സീസറിന്റെ മരണം തെറ്റായിരുന്നു, അത് കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ അല്ലായിരുന്നു എന്ന് പതിയെ മനസ്സിലാവുകയാണ്. He cleverly uses words and example to show how Caesar was not ambitious and not to deserve to be killed. അദ്ദേഹം വളരെ ക്ലെവറായിട്ട്, വളരെ ബുദ്ധിപൂർവ്വം വാക്കുകൾ യൂസ് ചെയ്തുകൊണ്ട്, ആളുകൾക്ക് മുമ്പിൽ എക്സാമ്പിളുകൾ ഷോ ചെയ്തുകൊണ്ട്, ഉദാഹരണങ്ങൾ കാണിച്ചുകൊണ്ട് സീസർ അംബീഷ്യസ് അല്ല, സീസർ ഒരിക്കലും ഒരു ആംബീഷ്യസ് അല്ല, സീസർ ഒരിക്കലും ഒരു ദുർമോഹിയല്ല, അധികാര ദുർമോഹിയല്ല. ആൻഡ് ഡിഡ് നോട്ട് ടു ബി ഡിസേർവ് ടു ബി കിൽഡ്. ഒരിക്കലും മരിക്കാൻ അർഹതപ്പെട്ട് കൊല്ലപ്പെടാൻ അർഹതയുള്ള ഒരു വ്യക്തിയല്ലായിരുന്നു. ഡിസേർവ് ടു ബി കിൽഡ് എന്ന് പറഞ്ഞതാണ് കേട്ടോ. കൊല്ലപ്പെടാൻ അർഹതയില്ലാത്ത വ്യക്തിയായിരുന്നു, ദുർമോഹയല്ലായിരുന്നു എന്ന് വാക്കുകൾ കൊണ്ടും ഉദാഹരണങ്ങൾ നിരത്തിക്കൊണ്ട് ആന്റണി പ്രസംഗിച്ച് കറക്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, അതിൻ്റെ ഒരു തീമാണ്. ഇതിങ്ങനെ വിട്ട് കൊടുത്തു എന്നേ ഉള്ളൂ, ജസ്റ്റ് തീം. ദ മെയിൻ തീംസ് ഓഫ് ദ പോം ആർ ലോയൽറ്റി, ബിട്രാവൽ ആൻഡ് പവർ ഓഫ് ദ സ്പീച്ച് ആൻഡ് ഇമോഷൻസ് ഓഫ് ദ പബ്ലിക് അല്ലേ. ഇതിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത് ലോയൽറ്റിയാണ് അല്ലേ മക്കളെ, സത്യസന്ധത. ബിട്രാവൽ മീൻസ് എന്താണ്? ബ്രൂട്ടസിന്റെ ബിട്രാവലില്ലേ, വിശ്വാസവഞ്ചന അല്ലേ. പവർ ഓഫ് സ്പീച്ച്, ആന്റണിയുടെ പവർ ഓഫ് സ്പീച്ച് അല്ലേ, പ്രസംഗത്തിന്റെ ആ ഒരു പവർ, വാക്കുകളുടെ പവർ. ആൻഡ് ഇമോഷൻസ് ഓഫ് ദ പബ്ലിക്, പബ്ലിക്കിന്റെ ഇമോഷനാണ് അവിടെ നമ്മൾ കണ്ടത്. പബ്ലിക്കിന്റെ ഇമോഷൻ വെച്ചിട്ടാണ് ഇവിടെ ആന്റണി കളിച്ചത് അല്ലെ. ദെൻ ആന്റണി ഷോസ് ലോയൽറ്റി ടു സീസർ അല്ലെ. ഇവിടെ ആന്റണി എന്താണ്? സീസറിനോട് ലോയൽറ്റി, സത്യസന്ധനായിട്ട് വിശ്വസ്തനായി നിന്നു. ആൻഡ് എക്സ്പോസസ് ദ പെട്രാവൽ ഓഫ് ദ ബ്രൂട്ടസ്. എന്നിട്ട് എന്ത് തുറന്നു കാണിച്ചു? അദ്ദേഹത്തിന് സീസറിനോടുള്ള സത്യസന്ധതയും വിശ്വസ്തതയും കാണിക്കുന്നതിന് കൂടെ തന്നെ ബ്രൂട്ടസിന്റെ വിശ്വാസ വഞ്ചന അല്ലേ, ബ്രൂട്ടസിന്റെ ചതി അല്ലേ, വഞ്ചന. ആൻഡ് അതേഴ്സ് കോൺസ്പിറേറ്റേഴ്സ്, മറ്റുള്ള കോൺസ്പിറേറ്റേഴ്സിൻ്റെയും. ഇത് ഷോസ് ഹൗ വേർഡ്സ് ക്യാൻ ചേഞ്ച് പീപ്പിൾസ് ഹാർട്ട് ആൻഡ് മൈൻഡ്. ഈ ഒരു പ്രസംഗം ഇതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാവും? വാക്കുകൾക്ക് ആളുകളുടെ, ജനങ്ങളുടെ മനസ്സും മൈൻഡും മാറ്റാൻ കഴിയും. തീർച്ചയായും മക്കളെ, ചില പ്രസംഗകരൊക്കെ ഇപ്പോഴും ആളുകളുടെ മനസ്സ് മാറ്റാനുള്ള കഴിവുണ്ട്. ചില ആളുകൾക്ക് അങ്ങ് പ്രസംഗിച്ച് കഴിഞ്ഞാൽ മോട്ടിവേറ്റ് ആയിട്ട് നമ്മൾ അവിടെ കടന്നിട്ട് എന്തോ ചിന്തിച്ചവർ എന്തോ ആയിട്ട് അവിടെ നിന്ന് എണീറ്റ് പോകും അല്ലേ. നമ്മുടെ മോട്ടിവേറ്റേഴ്സിൻ്റെ ഒക്കെ നിങ്ങൾ കേട്ടില്ല, അവരുടെയൊക്കെ പ്രസംഗങ്ങളും ചില ആളുകളുടെ പ്രസംഗം കേട്ട് കേട്ടിരുന്നു പോകും. വേറെ ഏതോ മൈൻഡ് ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ ഏതോ ലെവലിൽ അങ്ങോട്ട് എണീറ്റൊരു ഊർജ്ജമൊക്കെ കിട്ടിയിട്ട് അങ്ങ് എണീറ്റ് പോകും. അതാണ് വാക്കുകളുടെ പവർ എന്ന് പറയുന്നത് അല്ലേ. അതേ പവർ തന്നെയാണ് ഇവിടെയും കാണുന്നത്. മനുഷ്യരുടെ ഹാർട്ടിനും മൈൻഡിനും വാക്കുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ചേഞ്ച് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് കാണുന്നത്. ഓക്കെ, ദെൻ മൂഡ് ആൻഡ് ടോൺ. ഈ ഒരു ഇതിൻ്റെ മൂഡും ടോണും നോക്കാം.
ദ മൂഡ് ഈസ് ഇനീഷ്യലി അപ്പിയേഴ്സ് കാം ആൻഡ് റെസ്പെക്റ്റ്ഫുൾ. തുടക്കത്തിൽ വളരെ കാം ആൻഡ് റെസ്പെക്റ്റ്ഫുൾ ഒക്കെ ആയിട്ടാണ് കാണുന്നത് അല്ലേ. ബ്രൂട്ടസിന്റെ പ്രസംഗത്തിലൊക്കെ ആദ്യം കാമായിട്ടാണ് തുടങ്ങുന്നതൊക്കെ. ആൻഡ് ഗ്രാജുവലി ഗ്രോസ് ഇമോഷണൽ, പതിയെ പതിയെ അതങ്ങ് ഇമോഷണലി അങ്ങ് കയറിപ്പോവാണ്. ആൻഡ് പെർസോയ്സ്, അതിങ്ങനെ ആളുകളെ നയിക്കുകയാണ്, മറ്റൊന്നിലോട്ട് ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാണ്, എത്തിക്കുകയാണ്. ആൻഡ് ഐറോണിക്, അത് മാത്രമാണ്, ഐറോണിക് ആണ് അല്ലേ. പറയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അർത്ഥം വരുന്നത്. ഓക്കെ, ഈ പ്രസംഗം ഈ തുടക്കത്തിൽ ഇങ്ങനെ കാമൻ റെസ്പെക്റ്റുള്ളൂ, പിന്നെ അങ്ങോട്ട് ഇമോഷണലൊക്കെ ആവുന്നത് തിരിച്ചറിഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്രത്തോളം ഇമോഷണലാണ് ലാസ്റ്റൊക്കെ എന്നുള്ളത് കേട്ടോ. ദ ടോൺ ഈസ് സർക്കാസ്റ്റിക്. സർക്കാസ്റ്റിക് അറ്റ് ടൈംസ്. സർക്കാസ്റ്റിക് എന്താ, പരിഹാസ്യ രൂപേണ, ഹാസ്യ രൂപേണ അല്ലേ. നമ്മളൊരു കാര്യം പറയില്ലേ, നമ്മൾ ഹാസ്യ രൂപേണ എഴുതുന്നതുണ്ട് അല്ലേ, കളിയാക്കിക്കൊണ്ട് എഴുതുന്ന പല കവിതകളും പല കഥകളും ഒക്കെ ഉണ്ട് അല്ലേ. നമ്മൾ ആക്കിക്കാണ്ട് ആളുകൾ കളിയാക്കിക്കാണ്ട് രാഷ്ട്രീയക്കാരെയൊക്കെ കളിയാക്കിക്കാണ്ടൊക്കെ ഉള്ള നമ്മൾ വായിക്കുമ്പോൾ പറയില്ല. പക്ഷെ നമ്മൾ വിചാരിക്കുമ്പോൾ അവരെ പുകഴ്ത്തി പറയുകയാണെന്നുള്ളത്. പക്ഷെ നമുക്ക് പിന്നെ കഴിയുമ്പോഴാണ് മനസ്സിലാവാ ഇതിപ്പോൾ അവരെ കളിയാക്കാണല്ലോ ചെയ്തത് എന്നുള്ളത്. നമ്മൾ ആക്കി പറയാന്നൊക്കെ പറയാം അല്ലേ. അതാണ് സർക്കാസ്റ്റിക് എന്ന് പറയുന്നത്. ആന്റണി റിപ്പീറ്റ്ലി കോൾസ് ബ്രൂട്ടസ് ഇസ് ആൻ ഓണറബിൾ മാൻ. ആന്റണി ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പറയുന്നുണ്ട് ബ്രൂട്ടസ് ഇസ് ആൻ ഓണറബിൾ മാൻ. ഇദ്ദേഹം ആംബിഷ്യസ് ആണെന്നാണ് പറയുന്നത്, പക്ഷെ ബ്രൂട്ടസ് ഓണറബിൾ മാൻ ആണ്. ഓക്കെ, പിന്നെയും പറയുന്നുണ്ട്, ഇടയ്ക്ക് വീണ്ടും വീണ്ടും പറയുന്നുണ്ട് ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ. ഇതിങ്ങനെ പറയുകയാണല്ലോ അല്ലെ. വൈൽ ക്ലിയർലി ക്വസ്റ്റ്യനിങ് ഈസ് ഓണർ. ഇതിങ്ങനെ വീണ്ടും വീണ്ടും പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഓണറബിൾ ഉണ്ടല്ലോ, ഇത് ആ ഓണറിനെ ആളുകൾ ക്വസ്റ്റ്യൻ ചെയ്യും അല്ലേ. അദ്ദേഹം മാന്യനായ മനുഷ്യനാണ്, അദ്ദേഹം മാന്യനായിട്ടുള്ള മനുഷ്യൻ, അദ്ദേഹം വളരെ മാന്യനായിട്ടുള്ള മനുഷ്യൻ. ഇങ്ങനെ പറയുമ്പോൾ ആ മാന്യതയെ ആളുകൾ എന്ത് ചെയ്യാണ്, ക്വസ്റ്റ്യൻ ചെയ്യാണ്. ആ ഓണറിനെ, ആ ഒരു മാന്യതയെ അല്ലേ, ആ സത്യസന്ധ ആളുകൾ ഇങ്ങനെ നല്ല മനുഷ്യനാണ്, അതല്ല നല്ല മനുഷ്യനാണ് അങ്ങനെ പറയുമ്പോൾ അത് ആളുകൾ എന്ത് ചെയ്യാണ്, ക്വസ്റ്റ്യനിങ് ചെയ്യുകയാണ്. അതിനാണ് ഈ റിപ്പീറ്റ് ചെയ്ത് ആളുകളിലോട്ട് അതങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ദെൻ പോയറ്റിക് ഡിവൈസസ്, റിപ്പീറ്റേഷൻ. റിപ്പീറ്റിംഗ്, ഈ പോയറ്റിക് ഡിവൈസും ടോണും ഇതൊക്കെ അപ്രിസിയേഷൻ തന്നെയാണ് കേട്ടോ. അപ്രിസിയേഷൻ തുടങ്ങിയിട്ട് അപ്രിസിയേഷൻ തീർന്നിട്ടില്ല, ഇതൊക്കെ അപ്രിസിയേഷൻ്റെ ഇൻക്ലൂഡ് ആണ് കേട്ടോ. അപ്രിസിയേഷൻ എഴുതുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഇത് ചെറിയൊരു ഇൻട്രഡക്ഷൻ, പിന്നെ അതിൻ്റെ തീം, പിന്നെ മൂഡ്, ടോണ്, ദെൻ പോയറ്റിക് ഡിവൈസസ്, ദെൻ അതിന് ലാസ്റ്റ് നമ്മുടെ ഒരു ഒപ്പീനിയൻ പറഞ്ഞിട്ടാണ് അപ്രിസിയേഷൻ അവസാനിപ്പിക്കുക. അപ്പോൾ അതിൽ എഴുതിയിട്ടുള്ളതാണ് കേട്ടോ പോയറ്റിക് ഡിവൈസസ്. റിപ്പീറ്റേഷൻ അതിനും പറയേണ്ട ആവശ്യമില്ല അല്ലേ. ബ്രൂട്ടസ് ഇസ് ആൻ ഓണറബിൾ മാൻ ഇല്ലേ. ഇത് നിങ്ങൾ ഏത് ഉറക്കത്തിൽ വേണമെങ്കിലും പറയും അല്ലേ, ബ്രൂട്ടസ് ഇസ് ആൻ ഓണറബിൾ മാൻ. റിപ്പീറ്റേഷൻ എന്തായാലും നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് എഴുതാൻ കിട്ടും അല്ലേ. റിപ്പീറ്റിംഗ് ദ വേർഡ്സ് ആൻഡ് ഫ്രേസ് ഫോർ എംഫസൈസ് എക്സാമ്പിൾ ആൻഡ് ബ്രൂട്ടസ് ഇസ് ആൻ ഓണറബിൾ മാൻ. ദാറ്റ് ഈസ് റിപ്പീറ്റഡ് മെനി ടൈംസ് ടു ക്രിയേറ്റ് എ സർക്കാസം ആൻഡ് ഡൗട്ട്. ഇതൊരു പരിഹാസം ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ആൻഡ് ആളുകളിലോട്ടൊരു ഡൗട്ട്ഫുള്ളും ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, then ഐറണി യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ, ഓപ്പോസിറ്റ് ചിന്തിക്കുന്ന പരിപാടി അല്ലേ. സെയിങ് ഓപ്പോസിറ്റ് വാട്ട് വൺ റിയലി മീൻസ്. ഒരാൾ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ആന്റണി കോൾസ് ബ്രൂട്ടസ് ആൻഡ് അതേഴ്സ് ഓണറബിൾ ബട്ട് ആക്ച്വലി ഹിന്റ് ദാറ്റ് ദേ ആർ നോട്ട് അല്ലേ. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം പറഞ്ഞിട്ടുള്ള വേർഡാണ് അവർ ഓണറബിൾ ആണ്, പക്ഷെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ദേ ആർ നോട്ട് ഓണറബിൾ അല്ലേ, അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് അല്ലേ. റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് ഇതിൽ ഒരുപാടുണ്ട്. ആളുകളെ കൊണ്ട് അങ്ങോട്ട് ചിന്തിപ്പിക്കുകയാണ്, ചോദ്യങ്ങൾ ചിന്തിപ്പിക്കുക. ഒരു വാക്യം നമ്മൾ പറഞ്ഞതിന് ശേഷം റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ ശരിക്കും ചോദിക്കുന്നത് മുമ്പ് പറഞ്ഞ പ്രസ്താവന ഒന്നും കൂടെ ഊന്നി ആളുകളുടെ ഉള്ളിലോട്ട് കയറ്റി കൊടുക്കുക. നമ്മൾ ഈസ് ആമ ആറൊക്കെ കണ്ടിട്ടില്ലേ, അദ്ദേഹം വളരെ നല്ല പാട്ടുകാരനാണോ, ആ മുമ്പ് പറഞ്ഞ കാര്യം ആളുകളിലോട്ട് ഒന്നും കൂടെ കൊടുക്കുക. അതിനാണ് ഈ റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസിന്റെ പവർ. അതാണ്. ഓക്കെ, അവർ മുമ്പ് പറഞ്ഞ കാര്യം, അതിന് മുമ്പ് ഒരുപാട് പ്രസ്താവനകൾ പറയും, അത് ആളുകളിലോട്ട് ഒന്നും കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആളുകളിലോട്ട് അതൊന്നും കൂടെ അങ്ങ് ചോദിപ്പിക്കണം. അവരെ കൊണ്ട് തന്നെ അതൊന്നും കൂടെ സ്ട്രെസ് ചെയ്ത് ഉള്ളിലോട്ട് കയറ്റിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ് ഫോർ എഫക്റ്റ്. അത് എഫക്റ്റ് ആണ് അല്ലേ, ഡബിൾ എഫക്റ്റ് കിട്ടുക എന്ന് പറയില്ലേ. നോട്ട് ഫോർ ആൻ ആക്ച്വൽ ആൻസർ. ഓക്കെ, അല്ലാതെ അതിനൊരു ആൻസർ വേണ്ട. ആ റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസിന് ആൻസർ ആവശ്യമില്ല പറയില്ലേ. ഇപ്പം ഞാൻ പറയുകയാണ്, അദ്ദേഹം വളരെ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടുകാരൻ്റെ കാര്യം പറയുന്നത്. അദ്ദേഹം ഗംഭീര പ്രസംഗവും പാട്ടുകാരനാണ് അല്ലേ. എന്തായാലും ഗംഭീര പ്രസംഗം, അത് വേറെ ലെവല് പ്രസംഗം, വേറെ ലെവല് പ്രസംഗം മീൻസ് പാട്ടുകാരൻ ഉദ്ദേശിച്ച പ്രസംഗത്തിലെത്തില്ലേ. ഓക്കെ, അങ്ങനെ പ്രസംഗം. അപ്പം നമ്മൾ പറയും ഗംഭീരം വേറെ ലെവല് പ്രസംഗമായിരുന്നു, അടിപൊളി പ്രസംഗമാണ്, എന്തായാലും ഇത് അടിപൊളി പ്രസംഗമായിരുന്നു അല്ലേ. ഇങ്ങനെ പറയുമ്പോൾ ആ ലേക്ക് അവിടെ മറുപടി വേണോ? വേണ്ട. അവിടെ ഉത്തരം ആവശ്യമില്ല, അവിടെ ആൻസർ ആവശ്യമില്ല. ഈ പറഞ്ഞ പ്രസ്താവനക്ക് ഒരു എഫക്റ്റ് കൊടുക്കണം.
അതിന് വേണ്ടിയിട്ടല്ല, അതിന് ആൻസർ വേണ്ട. റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസിന് ആൻസറിൻ്റെ ആവശ്യം വരുന്നില്ല, ആൻസർ എക്സ്പെക്ട് ചെയ്യുന്നില്ല, കാരണം ആൻസറിൻ്റെ അല്ല അവിടെ. അത് ഈ മുമ്പ് പറഞ്ഞ പ്രസ്താവന ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ, ഡിഡ് ദിസ് സീസർ സീം ആംബിഷ്യസ്? ഇതാണോ സീസർ അംബീഷ്യസ് എന്ന് പറയുന്നത്? അതിൻ്റെ മുമ്പിൽ സീസർ അംബീഷ്യസ് അല്ല എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. 3 തവണ കിരീടം ഉപേക്ഷിച്ചു, കൊടുത്തിട്ടും സീസർ കിരീടം, രാജകിരീടം വേണ്ടാന്ന് പറഞ്ഞു. ഇതാണോ അംബീഷ്യസ് എന്ന് ചോദിച്ചാൽ അവിടെ എന്താണ് അർത്ഥം? അത് അംബീഷ്യസ് അല്ല എന്ന് തന്നെയാണ്. അപ്പം അത് അതിൻ്റെ ഉത്തരം വേണമെന്നില്ല, പക്ഷെ ആളുകളിലോട്ട് അത് സ്ട്രോങ് ആക്കാണ് കേട്ടോ. യൂസ് ടു മേക്ക് ദ ഓഡിയൻസ് തിങ്ക് ഡീപ്ലി. ആളുകൾ ഒന്നും കൂടി ഡീപ്പായിട്ട് ചിന്തിപ്പിക്കാനാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ദെൻ മെറ്റാഫിർ യൂസ് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് കമ്പാരിസൺ വിത്തൗട്ട് യൂസിങ് ലൈക്ക് ആൻഡ് ആസ്. ആസ് ആൻഡ് ലൈക്ക് യൂസ് ചെയ്ത സിമിലിയാണ്, നിങ്ങൾക്കറിയാലോ. അപ്പോൾ ആസ് ആൻഡ് ലൈക്ക് യൂസ് ചെയ്യാതെ നേരിട്ട് കമ്പയർ ചെയ്യുന്നതിനാണ് മെറ്റാഫിർ എന്ന് പറയുന്നത്. നോക്കാം. മൈ ഹേർട്ട് ഈസ് ഇൻ ദ കഫിൻ ദർ വിത്ത് സീസർ, അല്ലേ? ഈ കഫിൻ്റെ ഉള്ളിലാണ് ഇപ്പം എൻ്റെ ഹൃദയം സീസറിൻ്റെ കൂടെ. അല്ല, ആരെങ്കിലും മരിച്ചു കഴിക്കുന്ന വ്യക്തിയുടെ കൂടെ ഹൃദയം എടുത്ത് വെച്ചു കൊടുക്കും? ഇല്ല, അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്, അല്ലേ? അങ്ങനെ ചെയ്യില്ല. പക്ഷെ അത് അങ്ങനെ ഇമ്പോസിബിൾ ആയിട്ടുള്ള 2 കാര്യങ്ങൾ തമ്മിൽ. അപ്പം എൻ്റെ ഹൃദയം ഇപ്പോൾ കഫിൻ്റെ ഉള്ളിൽ വെച്ചേക്കാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഹൃദയം അവിടെ നിന്ന് എടുത്ത് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടോ? ഇല്ല, അല്ലേ? അപ്പോൾ അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം. പക്ഷെ അതെന്താണ്? മെറ്റാഫിറാണ്, അല്ലേ? അത് ആ ഡെപ്തിനെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആൻഡ് ഹിയർ ആൻ്റണി കമ്പേഴ്സ് ഇസ് ഗ്രീഫ് ടു ഹേർട്ട് ബീയിങ് ബറീഡ്, അല്ലേ? അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആയവും ദുഃഖമൊക്കെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ സർക്കാസം, പരിഹാസ്യം, അല്ലേ? ഹാസ്യരൂപം. മോക്കിംഗ് ലാംഗ്വേജ് ടു ഇൻസൾട്ട് ഓർ ക്രിറ്റിസൈസ് ഇൻഡയറക്റ്റ്ലി, അല്ലേ? കളിയാക്കിക്കൊണ്ട്, ഈ ഇൻസൾട്ട് ചെയ്തുകൊണ്ട്, അല്ലേ? ചില സമയത്ത് നമുക്ക് ഈ ഇൻസൾട്ട് നമ്മൾ ഈ ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്ക് നന്നായിട്ട് അറിയാം, അല്ലേ? നമ്മൾ പല ചാനലുകളിൽ നമ്മൾ കാണുന്നതാണ്, ആളുകളെ കളിയാക്കുക, ഇൻസൾട്ട് ചെയ്യുക, അല്ലേ? അങ്ങനെ കളിയാക്കുന്നതാണ് നമ്മൾ സർക്കാസം എന്ന് പറയുന്നത് കേട്ടോ. അതിൽ ആൻ്റണി യൂസസ് സർക്കാസ്റ്റിക് ഫ്രൈസ് വെൻ ഹി കീപ്സ് ഓൾവേസ് കോളിംഗ് ബ്രൂട്ടസ് ഇസ് ആൻ ഓണറബിൾ മാൻ, അല്ലേ? അത് വല്ലാത്തൊരു സർക്കാസം തന്നെയാണ്, അല്ലേ? ദെൻ ബ്ലാങ്ക് വേഴ്സ് ആണ്, ഐ മീൻ ഈ കവിതയിൽ ഉപയോഗിച്ചിട്ട് അൺറൈംഡ് അയാംബിക് പെൻഡാമീറ്റർ. മോസ്റ്റ് ഓഫ് ദ സ്പീച്ച് ഫ്ലോസ് റിതമിക് ആൻഡ് ബട്ട് അൺറൈമിക് പാറ്റേൺ. അത് യൂസ് ചെയ്ത ബ്ലാങ്ക് വേഴ്സിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ദെൻ ഹൈപ്പർബോൾ. മൈ ഹേർട്ട് ഈസ് ഇൻ ദ കഫിൻ ദർ വിത്ത് ദ സീസർ, അല്ലേ? അത് സീസറിൻ്റെ ഇതിൻ്റെ ഉള്ളിലാണ് എൻ്റെ ഉള്ളത്, സീസറിൻ്റെ കഫിൻ്റെ ഉള്ളിലാണ് എൻ്റെ ഹൃദയം വെച്ചിട്ടുള്ളത്. ഒരിക്കലും അങ്ങനെയൊന്നും വെക്കില്ല, കാരണം അത് അത്രയും ആയത്തിൽ തനിക്ക് മുറിവേറ്റിട്ട് എന്താണ് ഓവറായിട്ട് കാണിക്കുക. ഹൈപ്പർബോൾ പറഞ്ഞാൽ ഉള്ളതിൻ്റെ ഇരട്ടി കാണിക്കാൻ. ഞാനൊരു 10,000 തവണ അവനോട് പറഞ്ഞതാണ് അത് വേണ്ടാന്ന്. അതെന്താ? അത് ഓവറായിട്ട് കാണിക്കുകയാണ്, അല്ലേ? ഹൈപ്പർബോളാണിത്. ഒരാൾ 10,000 വട്ടം നമ്മൾ പറയില്ല, ഒരിടം പറഞ്ഞിട്ടുണ്ടാവും, 2, 3, 4, 10 മാക്സിമം പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പം. അതിൽ കൂടെ പറഞ്ഞില്ല. പക്ഷെ നമ്മൾ പറയുമ്പോൾ എന്താ പറയുക, 1,000 വട്ടം പറഞ്ഞു, 10,000 വട്ടം പറഞ്ഞിട്ട് അനുസരിച്ചില്ല എന്ന് പറയില്ലേ? അതിനാണ് ഹൈപ്പർബോൾ പറയുക, ഓവറായിട്ട് പറയാം. അപ്പം ഇവിടെ ഇപ്പോൾ കഫിൻ്റെ ഉള്ളിൽ എൻ്റെ ഹൃദയം വെച്ചിട്ടുണ്ട്, അത് തിരിച്ചു കിട്ടുന്നവരെ എനിക്കിനി സംസാരിക്കാൻ കഴിയില്ല, ഞാൻ അതിനുള്ളിൽ ബറി ആയിട്ടുണ്ട് എൻ്റെ ഹൃദയം എന്നൊക്കെ പറയുക പറഞ്ഞാൽ അത് ഓവറായിട്ട് കാണിക്കുകയാണ് കേട്ടോ. ആൻ്റണി എക്സാഗ്രേറ്റ് the grief by saying that his hurt is buried in the heart. അവിടെ എക്സാജറേറ്റ് ചെയ്യണം, എക്സ്ട്രാ ഓവറായിട്ട് കാണിക്കുകയാണ്. ഓഫ് കോഴ്സ് ഹിസ് റിയൽ ഹേർട്ട് ഈസ് നോട്ട് ലിറ്ററലി ഇൻ ദ കഫിൻ. ശരിക്കും അദ്ദേഹത്തിൻ്റെ ഹൃദയം അതിനുള്ളിൽ ഉണ്ടാവില്ല. ഇറ്റ്സ് എ സ്ട്രോങ് എക്സാജറേഷൻ ടു ഡീപ്പ് സാഡ്നെസ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സാഡ്നെസ്സിന് ഡെപ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തതാണ്. ഇനി നമുക്ക് ചെറിയൊരു കൺക്ലൂഷൻ പോലെ കൊടുത്തിട്ട് പോയറ്റിക് ഡിവൈസ് അവസാനിപ്പിക്കാം. ദിസ് സ്പീച്ച് ഈസ് എ ബ്രില്യൻറ്റ് എക്സാമ്പിൾ ഓഫ് ഹൗ ഷേക്സ്പിയർ യൂസസ് സിമ്പിൾ ലാംഗ്വേജ്, സ്മാർട്ട് ടെക്നിക്ക് ആൻഡ് ദ ഡീപ്പ് ഇമോഷൻ ടു ഇൻഫ്ലുവൻസ് പീപ്പിൾ, അല്ലേ? ഇതൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള എക്സാമ്പിളാണ്. ഷേക്സ്പിയർ സിമ്പിൾ ലാംഗ്വേജ്, അതുപോലെ സ്മാർട്ടായിട്ടുള്ള ടെക്നിക്സും ഡീപ്പ് ഇമോഷൻസും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെ കാണിച്ചിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഈ പോം എന്ന് പറയുന്നത്. ആൻ്റണീസ് സ്പീച്ച് ഷോസ് ദ റിയൽ പവർ ഓഫ് ദ വേർഡ്സ് ടു ബ്രിങ് ട്രൂത്ത് ടു ലൈറ്റ് ആൻഡ് ചേഞ്ച് ദ കോഴ്സ് ഓഫ് ദി ഇവന്റ്, അല്ലേ? ആൻ്റണിയുടെ സ്പീച്ചിൻ്റെ ആ പവർ ഓഫ് വേർഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ട്രൂത്ത് ടു ലൈറ്റ്, അല്ലേ? ആളുകളിലോട്ട് സത്യത്തിൻ്റെ പ്രകാശത്തിൽ വരുന്നുണ്ട്. ആൻഡ് ടു ചേഞ്ച് ദ കോഴ്സ് ഓഫ് ദി ഇവന്റ്, അല്ലേ? ഇവന്റിൻ്റെ മൊത്തം ആ ഒരു കോഴ്സ് തന്നെ മാറ്റിമറിക്കുന്നുണ്ട്, അല്ലേ? ആ ഒരു പ്രസംഗത്തോട് കൂടിയിട്ടാണ് അതുവരെ ഉണ്ടായിരുന്ന സാഹചര്യം മുഴുവൻ മാറ്റി മറിയപ്പെടുന്നത്. നോക്കാം. അപ്പോൾ ഇനി നമുക്ക് വരുന്നത് ആക്ടിവിറ്റി പാർട്ട് കേട്ടോ. ആക്ടിവിറ്റി പാർട്ട് എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് വരുന്നത് ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ്, അല്ലേ? ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ലെസ് റിവൈൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ആക്ടിവിറ്റി ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ലെറ്റ്സ് റിവൈൻഡ് ആൻഡ് റിജോയ്സ്, അല്ലേ? നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഒക്കേഷൻ ഓഫ് മാർക്ക് ആൻ്റണീസ് സ്പീച്ച്? മാർക്ക് ആൻ്റണിയുടെ സ്പീച്ചിൻ്റെ ഒക്കേഷൻ, ഈ പ്രസംഗം നടക്കുന്ന സംഭവം, ആ ടൈം, ആ ഒരു ഒക്കേഷൻ ഏതാണ്? സാഹചര്യം നോക്കാം.
The occasion of the Mark Antony speech is the funeral of Julius Caesar. അല്ലെ എന്താണ് മക്കളെ? അത് സംശയമൊന്നുമില്ല അല്ലെ, സീസറിന്റെ ആ ഒരു ഫ്യൂണറൽ ചടങ്ങിലാണ് അല്ലെ, ശവസംസ്കാര ചടങ്ങിലാണ്. വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ദ സ്പീച്ച്? ആ പ്രസംഗത്തിന്റെ പർപ്പസ് എന്താണ്? ലക്ഷ്യം. The purpose of Mark Antony's speech is to make the people feel sad for Caesar and turn them against the men who killed him. അല്ലേ, ആളുകൾക്ക് സീസറിന്റെ മരണത്തെ കുറിച്ച് ഒരിക്കൽ സാഡ്, വിഷമം, സങ്കടങ്ങൾ, അവരുടെ ആ സാഡ് എന്ന് പറയുന്ന ഒരു ഇമോഷൻസ് ആളുകൾക്ക് ഉണ്ടാക്കിയെടുക്കുകയും ടേൺ ദം എഗെയിൻസ്റ്റ്, അവരെ തിരിച്ചു വിടുക. ആർക്കെതിരെ? കോൺസ്പിറേറ്റേഴ്സിനെതിരെ അല്ലേ, അദ്ദേഹത്തെ കൊന്ന കോൺസ്പിറേറ്റേഴ്സിനെതിരെ. ദ മെൻ ഹൂ കിൽഡ് ഹിം, ആരൊക്കെയാണോ അദ്ദേഹത്തെ കൊന്ന് അവർക്കെതിരെ അവരെ തിരിച്ചു വിടുക എന്നുള്ളൊരു പ്രസംഗം കൂടാണ് ഉദ്ദേശിച്ചത്. How does Antony use rhetorical to manipulate the crowd? എങ്ങനെയാണ് ഈ റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് അല്ലെ, റെറ്റോറിക്കൽ ആയിട്ടുള്ള കാര്യം മാനിപ്പുലേറ്റ് ചെയ്യുക, ക്രൗഡിനെ വഴിതിരിച്ച് വിടുക, മൈൻഡ് മാറ്റി വിടുക എന്നൊക്കെ പറയില്ലേ, അതെങ്ങനെയാണ് അദ്ദേഹം ഈ റെറ്റോറിക്കൽ വെച്ചിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്തത്? ആന്റണി യൂസ് സ്മാർട്ട് ലാംഗ്വേജ് ടു ട്രിക്ക് ദ ക്രൗഡ് അല്ലേ, സ്മാർട്ടായിട്ടുള്ള ലാംഗ്വേജ് അല്ലേ, അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്പീച്ച് നമുക്ക് വരെ അത് കേൾക്കുമ്പോൾ അതിൽ വലിയൊരു മീനിങ് എഴുതിയെടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. നിങ്ങൾക്ക് ഉണ്ടോ? ഇല്ല. അത് സിമ്പിൾ ലാംഗ്വേജിൽ ആളുകൾക്ക് മനസ്സിലാവുന്ന ഒരു എൻ്റെ ഒരു സൈക്കോളജിക്കലി അല്ലേ, അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ വളരെ സിമ്പിളായിട്ട് ആയത്തിൽ ഏൽക്കുന്ന രീതിയിലുള്ളൊരു സ്മാർട്ട് ലാംഗ്വേജ് ആണ് ഇവിടെ ക്രൗഡിനെതിരെ ആന്റണി യൂസ് ചെയ്തിട്ടുള്ളത്. He pretends to agree with the killers. അദ്ദേഹം എങ്ങനെയാണ് ആദ്യം ചെയ്തത്? അദ്ദേഹം കില്ലേഴ്സിനെ സപ്പോർട്ട് ചെയ്യാണ്, ഈ കോൺസ്പിറേറ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെയാണ് സംസാരിക്കുക. അവർ നല്ല ആളുകളാണ്, അവരാണ് എന്നെ ഇതിന് സംഭവിച്ചത്, അവർ ഉഷാറാണ്, ബ്രൂട്ടസ് ഉഷാറാണ്, കൂടുതലുള്ള ആളുകളും നല്ല ആളുകളാണ്. അങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, എഗ്രി ചെയ്യുന്ന രീതിയിൽ, കില്ലേഴ്സിനെ എഗ്രി ചെയ്യുന്ന രീതിയിൽ ആദ്യം നടിച്ചു. ബട്ട് സ്ലോവലി ഷോസ് ദാറ്റ് സീസർ വാസ് ഗുഡ്. എന്നിട്ട് പതുക്കെ എന്ത് ചെയ്തു? ആളുകൾക്ക് സീസർ നല്ല മനുഷ്യനാണെന്ന് കാണിച്ചു. ആൻഡ് ഡിഡ് നോട്ട് ഡിസേർവ് ടു ഡൈ. എന്നിട്ട് എന്ത് മനസ്സിലാക്കി കൊടുത്തു? അദ്ദേഹം മരിക്കാനുള്ള അർഹതയുള്ള ആളല്ലായിരുന്നു. ആൻഡ് ഹി യൂസസ് ഇമോഷൻസ്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം യൂസ് ചെയ്തത് ഇമോഷനാണ്. അദ്ദേഹത്തിൻ്റെ ഇമോഷൻ അദ്ദേഹം കാണിച്ചിട്ടും ആളുകളുടെ ഇമോഷനെ യൂട്ടിലൈസും ചെയ്തു. Example and questions to make the people doubt the conspirators and turn against them. അദ്ദേഹം എന്താണ് യൂസ് ചെയ്തത്? ഈ റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ എടുത്തു ചോദിച്ച് ആളുകളുടെ ഉള്ളിലോട്ടൊരു സംശയം ഉണ്ടാക്കുകയും കോൺസ്പിറേറ്റേഴ്സിനെതിരെ അവർക്കിടയിൽ ഒരു ഡൗട്ട് ഉണ്ടാക്കിയിട്ട് അവർക്കെതിരെ അങ്ങോട്ട് തിരിച്ചു വിട്ടു. Fourth question. What does the repetition of the line Brutus is an honorable man suggest? ആ റിപ്പീറ്റ് ചെയ്ത് Brutus is an honorable man എന്ന് പറയുന്നുണ്ടല്ലോ, Brutus is an honorable man, അതെന്താണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതിൻ്റെ കാര്യം നോക്കാം അല്ലേ. The repetition of the line Brutus is an honorable man, അത് makes the crowd slowly doubt Brutus' honesty. ആളുകൾ പതിയെ അദ്ദേഹത്തിൻ്റെ ആ സത്യസന്ധത, ആ മാന്യത അല്ലേ, ആ ഒരു സത്യസന്ധതയെ സംശയിപ്പിക്കുകയാണ്, പതിയെ അതിനെ ഡൗട്ട് ഉണ്ടാക്കുകയാണ്. At first it sounds like a prize. ആദ്യമൊക്കെ ഇതിങ്ങനെ ബ്രൂട്ടസ് ഇസ് എ ഓണറബിൾ മാൻ എന്ന് പറയുമ്പോൾ, ആ ഓണറബിൾ മാൻ എന്ന് പറയുമ്പോൾ ആദ്യം ഇതൊക്കെ പ്രൈസ് ചെയ്യുന്ന പോലെ തോന്നും, പുകയത്തുന്ന പോലെ തോന്നും. ബട്ട് ഈച്ച് ടൈം ആന്റണി റിപ്പീറ്റ്, പക്ഷെ ഓരോ തവണയും ആന്റണി റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ബിക്സ് എ മോർ സർക്കാസിസ്, അപ്പം അത് പരിഹാസമായിട്ട് തോന്നുകയാണ്. ആൻഡ് ഷോസ് ദാറ്റ് ബ്രൂട്ടസ് ഇസ് നോട്ട് ട്രൂവിലി ഓണസ്റ്റ്. തീർച്ചയായിട്ടും അത് പിന്നെ എങ്ങനെ തോന്നുകയാണ്? ബ്രൂട്ടസ് ഒരിക്കലും ഒരു ട്രൂ ആയിട്ടുള്ള, സത്യസന്ധനായിട്ടുള്ള, മാന്യനായിട്ടുള്ള വ്യക്തിയല്ല എന്ന് ആളുകളിലോട്ട് തോന്നും. ഓക്കെ, then fifth question. How does Mark Antony's speech reveal his own character and motives? അല്ലേ, Mark Antony's speech shows that he is clever, loyal and a good speaker. മാർക്ക് ആന്റണിയുടെ സ്പീച്ച് റിവീൽ ഹിസ് ക്യാരക്ടർ ആൻഡ് മോട്ടീവ്സ് അല്ലേ. മാർക്ക് ആന്റണിയുടെ സ്പീച്ചിലൂടെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറും സ്വഭാവവും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യവും എങ്ങനെയാണ് മനസ്സിലാവുന്നത്? അദ്ദേഹത്തിൻ്റെ സ്പീച്ച് ഷോസ് ദാറ്റ് ഹീ ഈസ് ക്ലവർ. അദ്ദേഹം വളരെ ക്ലവറാണ്, ബുദ്ധിശാലിയാണെന്നുള്ള ആ പ്രസംഗത്തിലൂടെ നമുക്ക് മനസ്സിലാവും അല്ലേ. ബുദ്ധിമാനല്ലേ. അവരെ പ്രൈസ് ചെയ്യുന്ന ആംബിഷ്യസ് ആണെന്ന് ബ്രൂട്ടസിനെ സീസറിനെ പറയുന്നു, സീസറിൻ്റെ കാര്യം പറയുന്നു, വീണ്ടും അവരെ പ്രൈസ് ചെയ്യുന്നു. സീസർ നല്ലോണാണെന്ന് പറയുന്നു, അവരും പ്രൈസ് ചെയ്യുന്നു. അങ്ങനെ ഉള്ളൊരു ടെക്നിക്ക്. ലോയൽ, വളരെ സത്യസന്ധനായിരുന്നു അല്ലേ, ലോയൽ ആയിരുന്നു, വിശ്വസ്തനായിരുന്നു. ആൻഡ് എ ഗുഡ് സ്പീക്കർ, നല്ലൊരു പ്രാസംഗികൻ തന്നെയായിരുന്നു. ഹി ഡസ് നോട്ട് അറ്റാക്ക് ഡയറക്റ്റ്ലി. അത് നേരിട്ട് ഒരിക്കലും ബ്രൂട്ടസിനെ ഒന്നും അറ്റാക്ക് ചെയ്യുന്നില്ല, നേരിട്ട് അവർ പറയുന്നില്ല.
ബട്ട് യൂസസ് സ്മാർട്ട് ആൻഡ് ഇമോഷണൽ വേർഡ്സ് ടു റിവീൽ ദ ട്രൂത്ത്. പക്ഷെ വളരെ സ്മാർട്ടായിട്ടുള്ള, വളരെ ഇമോഷണൽ ആയിട്ടുള്ള, ആളുകളുടെ ഇമോഷനായിട്ട് അല്ലേ, ആളുകൾ ഇമോഷണലി തളർത്തുന്ന വേറെ തന്നെ അല്ലേ, മാനസികമായിട്ട് ഇമോഷണലി യൂസ് ചെയ്യുന്ന വേർഡ്സ് യൂസ് ചെയ്തിട്ട് റിവീൽ ദ ട്രൂത്ത്. അങ്ങനെയാണ് ആ സത്യം അവരെ മുമ്പിലോട്ട് റിവീൽ ചെയ്തത്. His way of speaking shows he is brave. His way of speaking shows he is brave. അദ്ദേഹത്തിൻ്റെ ആ ഒരു വേ ഓഫ് സ്പീക്കിംഗ് ഉണ്ടല്ലോ, ആ പ്രസംഗത്തിൻ്റെ രീതി, അതിൽ നമുക്ക് എന്ത് മനസ്സിലാവും? ഹീസ് ബ്രേവ്. അദ്ദേഹം വളരെ ബ്രേവാണ്, ബുദ്ധിശാലിയാണ്, ധൈര്യവാനാണ്, ഇൻ്റലിജൻ്റ് ആണ്. ബ്രേവ് മീൻസ് ധീരൻ, ധൈര്യശാലി. ഇൻ്റലിജൻറ്റ് മീൻസ് ബുദ്ധിമാൻ എന്നൊക്കെ കൊടുക്കാം കേട്ടോ. ആൻഡ് ഡീപ്ലി ലോയൽ ടു സീസർ. അത്രയും ആത്മാർത്ഥമായി ആയത്തിലുള്ള വിശ്വസ്തനായിരുന്നു സീസറോട് എന്നും കൂടെ മനസ്സിലാക്കാം. ഹിസ് മോഡലിറ്റി, വേ ഓഫ് സ്പീക്കിംഗ് അല്ലെ, മോഡലിറ്റി പറഞ്ഞാൽ അദ്ദേഹം സ്പീക്ക് ചെയ്യുന്ന രീതി പൊളൈറ്റ് അറ്റ് ഫസ്റ്റ്, വളരെ പൊളൈറ്റ് ആയിരുന്നു, വളരെ പൊളൈറ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ബട്ട് ബിക്കംസ് ഇമോഷണൽ ആൻഡ് പവർഫുൾ ഹാസ് ഹി വിൻസ് ഓവർ ദ ക്രൗഡ് അല്ലേ. പക്ഷെ അത് ഇമോഷണലും വളരെ പവർഫുൾ ആയിരുന്നു. ഹാസ് ഹി വിൻസ് ഓവർ ദ ക്രൗഡ്. അദ്ദേഹം എന്ത് ചെയ്തു? അത് ഉപയോഗിച്ചിട്ട് ആ ഒരു ക്രൗഡിന് മുഴുവൻ അദ്ദേഹം എന്ത് ചെയ്തു? അത് ഉപയോഗിച്ചിട്ട് അദ്ദേഹം വിൻ ചെയ്ത് കാണിച്ചു അല്ലേ. വാട്ട് ഇമ്പാക്ട് ഡസ് ആന്റണി സ്പീച്ച് ഹാവ് ഓൺ ദ ക്രൗഡ്? ആന്റണിയുടെ സ്പീച്ച് ജനങ്ങൾക്കിടയിൽ എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയത് എന്നാണ് ചോദ്യം. ആന്റണി സ്പീച്ച് മേക്സ് എ ക്രൗഡ് ഫീൽ ഡീപ്പ് സാഡ്നെസ് ഫോർ സീസർ അല്ലേ. സീസറിനെ കുറിച്ച് ആലോചിച്ചിട്ട് അവർക്കിടയിൽ ഒരു വലിയ മനോവിഷമം, സാഡ്നെസ് അല്ലേ, അത് മനോവേദന ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ആങ്കർ ടുവേർഡ്സ് കോൺസ്പിറേറ്റേഴ്സ്. അത് മാത്രമാണോ? ആ ചെയ്ത ഗൂഢാലോചന നടത്തിയ കോൺസ്പിറേറ്റേഴ്സിനെ അവർക്ക് മനസ്സിൻ്റെ ഉള്ളിലൊരു ദേഷ്യം. His words turned their grief into rag അല്ലേ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ടേൺ ദെയർ ഗ്രീഫ്, അവരുടെ ദുഃഖത്തെ ഇൻറ്റു റാഗ്, അത് അലറൽ മുരളൽ എന്നൊക്കെ പറയാം. റാഗ് മീൻസ് ദേഷ്യമാക്കി മാറ്റി. അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു സങ്കടത്തെ, ദുഃഖത്തെ അത് ദേഷ്യമാക്കിയിട്ട് അദ്ദേഹം മാറ്റി. ആൻഡ് ദ പീപ്പിൾ റൈസ് അപ്പ് ടു റെബൽ അഗെയിൻസ്റ്റ് ദ ബ്രൂട്ടസ് ആൻഡ് അതേഴ്സ്. അത് അവർക്കെതിരെ റെബൽ ചെയ്യാം, റിവോൾട്ട് ചെയ്യാം, മീൻസ് എതിർക്കുക, മീൻസ് ചെറിയ യുദ്ധം നടക്കില്ല, അതിനൊക്കെയാണ് റെബൽ എന്ന് പറയുന്നത് കേട്ടോ. അവർക്കെതിരെ യുദ്ധം ചെയ്യുന്ന രീതിയിലോട്ട് അത് ഉയർത്തുകയും ബ്രൂട്ടസിനെയും മറ്റുള്ള ആളുകൾക്കെതിരെ അത് പോരാടാൻ തന്നെ അവരെ പ്രേരിപ്പിച്ചു. 7th one, what are the literary devices you notice in the speech? Mention any two. അല്ലേ മക്കളെ, ഇവിടെ ഒന്നുമില്ല. ആ ലിറ്റററി ഡിവൈസസ് പറഞ്ഞാൽ എന്താണ്? പോയറ്റിക് ഡിവൈസസ് 2 പറയാനാണ് കേട്ടോ. നമുക്ക് നോക്കാം. അവിടെ 2 അല്ല, അവിടെ 5 ഞാൻ പറഞ്ഞിട്ട് നമുക്ക് 2 നോക്കാം. ഐറണി, ആന്റണി കോൾസ് ബ്രൂട്ടസ് ആൻഡ് ദ കോൺസ്പിറേറ്റേഴ്സ് ഹോണറബിൾ മാൻ, ബട്ട് ആക്ച്വലി മീൻസ് ദ ഓപ്പോസിറ്റ് അല്ലേ. ഐറണി യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. കോൺസ്പിറേറ്റേഴ്സും ബ്രൂട്ടസും ഹോണറബിൾ ആണെന്ന് പറയുന്നുണ്ട്, പക്ഷെ അത് നേരെ ഓപ്പോസിറ്റ് ആണ്. അതിനാണ് ഐറണി എന്ന് പറയുന്നത്. പറയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അർത്ഥത്തിലായിരിക്കും ഉദ്ദേശിക്കുന്നത്. റിപ്പീറ്റേഷൻ, ഹി കീപ്സ് റിപ്പീറ്റിംഗ് phrases like Brutus is an honorable man to make the crowd doubt the conspirators അല്ലേ. Brutus is an honorable man, Brutus is an honorable എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ആളുകൾക്കും കോൺസ്പിറേറ്റേഴ്സിനെയൊക്കെ ഡൗട്ട് ഉണ്ടാക്കുന്ന രീതിയിലാണ്, അതിനു വേണ്ടിയിട്ടാണ് റിപ്പീറ്റേഷൻ യൂസ് ചെയ്തത്. റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ്, ഹി ആസ്ക് ക്വസ്റ്റ്യൻസ് ലൈക്ക് ഡിഡ് ദിസ് ഇസ് എ സീസർ സീം ആംബിഷ്യസ് അല്ലേ. റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കണം, ഇതാണോ സീസർ ആംബിഷ്യസ് എന്ന് പറയുന്നത്, ഇതാണോ സീസറിൻ്റെ ആംബിഷ്യസ്, ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അത് പീപ്പിളിൻ്റെ ഇടയിൽ വീണ്ടും വീണ്ടും ഒരു എഫക്റ്റ് ഉണ്ടാക്കുകയും ഒരു ഡൗട്ട്സ് ഉണ്ടാക്കുകയും ചെയ്യും. സർക്കാസം അല്ലേ, ഒരു പരിഹാസം രൂപേണ അല്ലേ, ഹാസ്യ രൂപേണ യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു ഹാസ്യ രൂപേണ കേട്ടോ, ഇൻസൾട്ട് ചെയ്തിട്ട് ഉള്ള വേർഡുകൾ. ആന്റണി പ്രൈസ് ഓഫ് ദ കോൺസ്പിറേറ്റേഴ്സ് ഈസ് ഫേക്ക് ആൻഡ് മോക്കിംഗ് അല്ലേ. അവർ ഫേക്കാണ്, അവർ മോക്ക് ചെയ്താണ് എന്നുള്ള പറഞ്ഞ് അവരെ കളിയാക്കിക്കൊണ്ട് അവരുടെ ആ ഒരു ഫേക്കായിട്ടുള്ള അവരുടെ ക്യാരക്ടറിനെയൊക്കെ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാസം യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പീൽ ടു ഇമോഷൻ, പാത്തോസ് എന്ന് പറയും. പാത്തോസ് അപ്പീൽ ടു ഇമോഷൻ വെച്ചിട്ടുള്ളൊരു കളി. അദ്ദേഹം ആകെ ഇമോഷൻ ആവണം, അദ്ദേഹത്തിൻ്റെ ഇമോഷനൊക്കെ പാടെ കണ്ടിട്ട് അതും അങ്ങോട്ട് അത്രയും ഇമോഷൻ ആകുമ്പോൾ ആളുകൾക്ക് ഒന്നും കൂടെ ആളുകളിലോട്ട് അത് ആ ഇമോഷൻ അങ്ങോട്ട് എത്തും അല്ലേ. നമ്മളൊരാളെ ഇങ്ങനെ ഉപദേശിച്ച് നമ്മൾ കരഞ്ഞ് പറയുമ്പോഴാണ് ആളുകൾക്ക് ഒന്നും കൂടെ പെട്ടെന്ന് അല്ലേ. ചില സമയത്ത് നമ്മൾ വാശി പിടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞാൽ ആൾക്ക് മനസ്സിലാകും, പക്ഷെ നമ്മൾ കരഞ്ഞ് പറയുമ്പോൾ ആളുകൾ അത് നമ്മുടെ കൂടെ അങ്ങോട്ട് അലിഞ്ഞു പോകും ചില സമയത്ത് അല്ലേ. അതെന്തുകൊണ്ടാണ്? ഇമോഷൻ വെച്ച് കളിക്കുന്നതുകൊണ്ടാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഇമോഷൻ വെച്ചിട്ടാണ് കളിച്ചത്. ഹി മേക്സ് ദ പീപ്പിൾ ഫീൽ സാഡ്നെസ്, ലവ്, ആങ്കർ ത്രൂ ഹിസ് വേർഡ്സ് അല്ലേ. അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ ആളുകൾക്കിടയിൽ അദ്ദേഹം ദേഷ്യം കൊണ്ടുവന്നു അല്ലേ. അദ്ദേഹത്തിൻ്റെ ഇടയിൽ ആ സീസറിൻ്റെ അവർക്കുണ്ടായിരുന്ന ആ സ്നേഹം ഉണ്ടല്ലോ, അത് തിരിച്ചറിയിപ്പിച്ചിട്ട് സീസറിൻ്റെ ആ മരണത്തിൽ അവരെ കൊണ്ട് ദുഃഖിപ്പിച്ചിട്ട് ആ ഒരു മരണത്തെ, സീസറിൻ്റെ ആ സങ്കടത്തെ
അവരുടെ ഇടയിലുള്ള ആ ദുഃഖത്തെ അവർക്കുള്ള ദേഷ്യമാക്കിയിട്ട് അദ്ദേഹം മാറ്റി. അത്രയും അദ്ദേഹം ആ വാക്കുകൾ കൊണ്ട്, ആ വാക്കുകൾക്ക് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം സാധിപ്പിച്ചു. സോ ഇവിടെ ഞങ്ങൾ പറയുന്നുണ്ട്, ദർ ആർ ഓഡിയോ വീഡിയോ ക്ലിപ്സ് ഓഫ് ദ സ്പീച്ച് അവൈലബിൾ ഓൺലൈൻ. ഡു യു വാച്ച് ഓർ ലിസൺ ടു ദം? അല്ലേ? അത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതിൻ്റെ വീഡിയോയും ഇതിൻ്റെ ഓഡിയോയും ഉണ്ട്. ഇതിൻ്റെ വീഡിയോ തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും കാണണം. അത് കണ്ടേ പറ്റും. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് വന്നാലും എന്തെങ്കിലുമൊക്കെ എഴുതാൻ കിട്ടുന്നൊരവസ്ഥയിൽ നിങ്ങൾ മാറിയിട്ടുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ വീഡിയോ കാണുക. ഇതിൻ്റെ നമ്മുടെ ക്ലാസ് കണ്ടതിന് ശേഷം, ചാപ്റ്റർ പഠിച്ചതിന് ശേഷം പോയിട്ട് വീഡിയോ ക്ലാസ് കാണുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ആക്ടിവിറ്റീസുമായിട്ട് വീണ്ടും കാണാം.